അങ്ങനെ ഇതേ ഓണ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ തേജു ഇതേ ക്ലാസ്സിലേക്ക് പോകാനുള്ള ഒരുക്കം തുടങ്ങുകയാണ് കേട്ടോ. എന്റെ മുഖത്ത് ചിരിയുടെ എക്സ്പ്രഷൻ ആണെങ്കിൽ തേജുവിന്റെ മുഖത്ത് കരച്ചിലിന്റെ എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടോ. വേഗം തന്നെ കുട്ടീനെ ചായ കുടിക്കാൻ ഇരുത്തിയിട്ടാ. നൂൽപ്പിട്ടും ഇഷ്ടൂക്കറി ആടുന്നു. അവന് ഇഷ്ടമുള്ളതായത് കൊണ്ട് തന്നെ അവൻ തന്നെ ഇരുന്ന് കഴിച്ചോളൂ. ഇനി പിന്നെ ഞാൻ വേഗം കുളിക്കാൻ കയറിയിട്ട് അപ്പൊ വിൻഷേട്ടനാടുന്നു കുട്ടീനെ പുറപ്പെടിപ്പിക്കല്. മുഖത്തിനൊന്നും വലിയ തെളിച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ ചടങ്ങ്, നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. പിന്നെ ഇതേ കുട്ടിയുടെ കഴിച്ചതിനും മാലക്ക് ഊരിയ ചൂട്ടാ. പിന്നെ നമ്മള് വണ്ടി വരാറായപ്പോഴേ കുറച്ചു നേരം അങ്ങനെ ഉമ്മറത്ത് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അമ്പാട്ടിനെ തൊഴുതിട്ട് കുട്ടി പതുക്കെ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇന്ന് ഇടുന്നത് പുതിയ ഷൂ ആട്ടോ സ്കൂളിലേക്ക്. അപ്പൊ അതിന്റെ ചെറിയൊരു പൊലിവ് കാട്ടി ഇറങ്ങാൻ നേരത്ത് അവന്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതേ സ്കൂളിൽ നിന്ന് പുതിയത് എടുത്തിട്ടുണ്ടായിരുന്നു അവന്. പിന്നെ നമ്മള് റോട്ടിലേക്ക് ഇതേ വണ്ടി കയറാൻ പോവാണ് കേട്ടോ. സത്യം പറഞ്ഞ തേജുവിന്റെ ഈ മുഖഭാവം കാണുമ്പോൾ എനിക്ക് പാവം തോന്നുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ചെറുതായിട്ട് ചിരി വരുന്നും കൂടി ഉണ്ട് കേട്ടോ. കാരണം ഇന്നലെ വരെ വീട്ടിൽ അന്യനായിരുന്നു കേട്ടോ. ഇന്ന് രാവിലത്തേക്ക് ഇത് അമ്പിയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ അവനതേ വണ്ടിയിൽ കയറ്റി വിട്ടതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ നോക്കട്ടെ. അപ്പൊ വിൻഷേട്ടൻ ഞാൻ വരണ നേരത്തെ ചായ കുടിക്കാൻ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ അതേ അവന്റെ നൂൽപ്പെട്ടും അതുപോലെ തന്നെ ഇഷ്ടൂക്കറിയും പിന്നെ ശർക്കര കാപ്പി ഇട്ടാ കുരുമുളക് പൊടി ഇട്ടുണ്ടായിരുന്നു കുറച്ച് തൊണ്ടയ്ക്ക് ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്കില്ലാട്ട വിൻഷേട്ടനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് തേജപ്പനെ ഞാൻ സ്നാക്സിലേക്ക് ഇതേ നമ്മുടെ തണ്ണിമത്താക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പൊ അതിരുന്ന് വിൻഷേട്ടൻ കഴിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വിൻഷേട്ടൻ ജോബിന് പോയിട്ടാ. പിന്നെ ഞാൻ ഉച്ചത്തേക്ക് മീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കറുവത്തൂരിന്ന് മീൻ വിളിച്ച് പറഞ്ഞ അവർ വീട്ടിൽ നന്നാക്കി കൊടുന്നേരും കേട്ടോ. അപ്പൊ അവരോട് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ കൊടുന്നു തന്നു. പിന്നെ ഞാൻ ഈ അരിയണത് വേറെ ഒന്നല്ല കേട്ടോ, കൂട്ടാനിക്കുള്ളത് കഷ്ണങ്ങളാക്കി വെച്ചതാണ്. അവർ നന്നാക്കിയിട്ട് തരും. പിന്നെ നമ്മുടെ മീൻ പുളി വെറുതെ വെക്കാന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി വേണ്ട, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തന്നെ വെക്കാന്ന്. അതുകൊണ്ട് ഞാൻ തേങ്ങ ചിരകാൻ ഇതിന്റെ ഗ്യാപ്പിൽ പോയിട്ടോ. പുളിവെള്ളം ഒഴിച്ചിട്ട് വെച്ചതിന് ശേഷം തേങ്ങയൊക്കെ ചിരകി കൊടുന്ന് അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിന്റെ പാല് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്നാം പാലും രണ്ടാം പാലൊന്നും ഞാൻ തിരിച്ചിട്ടില്ല കേട്ടോ. ഒറ്റ ട്രിപ്പിൽ ഒറ്റ പാലായിട്ട് എടുക്കുക ചെയ്തത്. കാരണം ഒന്നാം പാലും രണ്ടാം പാലൊക്കെ വേർതിരിച്ചെടുക്കാനുള്ള ക്ഷമയൊന്നും സത്യം പറഞ്ഞ എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒറ്റ ട്രിപ്പിലായിട്ടല്ല അതും ചെയ്യുക. പിന്നെ അതിലേക്ക് ഇത് തിളച്ച് വന്നപ്പോൾ പാലൊഴിച്ചു നമ്മുടെ മീനൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ ഇത് വറക്കാനുള്ള മീൻ നന്നായി വരട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെയുള്ള പാത്രങ്ങൾ കുറച്ച് കഴുകാണ്ടായിരുന്നു. പിന്നെ മീനിന്റെ ആ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അതായത് പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കിയതിന് ശേഷം അവിടെ ഒന്ന് കഴുകി വൃത്തിയാക്കി. പിന്നെ നമ്മൾ അതിൽ ഉപ്പും മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി പരട്ടി വെച്ചു. ഇത് ഞാനിപ്പോൾ വർക്കില്ല കേട്ടോ. ഞാൻ നേരെ ഇത് പരട്ടിയിട്ട് നേരെ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുക. നമ്മൾ കഴിക്കാൻ നേരത്തെ വറക്കുള്ളൂ. പരമാവധി ഞാനിത് രാത്രിക്ക് എടുക്കുള്ളൂ കേട്ടോ. കാരണം തേജപ്പ രാത്രിയിലേ വരുള്ളൂ, വിൻഷേട്ടൻ എല്ലാവരും. അപ്പം ആ നേരത്തേക്ക് വറക്കാനേ നോക്കുള്ളൂ. ഞാനിനി ഇക്കൊരാൾക്കായിട്ട് വറക്കാൻ മടിയാണ് എനിക്ക്. അപ്പം അത് അങ്ങനെ എടുത്ത് വെക്കുക. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം റെഡിയായി. പിന്നെ ഞാൻ ഉപ്പും പുളിയാട്ടം നോക്കണത്. എനിക്കാണെങ്കിൽ മീൻകറിയിലെ പുളി ഭയങ്കര ഇഷ്ടം. അതാണ് ഞാൻ ഈ കയ്യിൽ ഇങ്ങനെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉപ്പും പുളിയൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മുടിയിൽ നിന്ന് ഇതേ തോർത്ത് കഴിച്ചെടുത്ത് നന്നായി ഒന്ന് ചിക്കോർത്ത് റെഡിയാക്കിയിട്ട് പിന്നെ ചെറിയ രീതിക്ക് ഒരു സ്കിൻ കെയർ ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര കാലം ഉണ്ടാവും എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഞാൻ ഇന്ന് വീഡിയോയിൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നുണ്ടോ, പിറ്റേന്ന് ഞാനത് നിർത്താറുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.